السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد سيد الأنبياء والمرسلين وعلى سائر الأنبياء وعلى كلهم الصحابة أجمعين أما بعد. فاللهم اغفر لنا ولوالدنا ولمشايخنا ولمصنف هذا الكتاب ولوالديه ولأقاربه ولأحبابه ولمشايخه ولجميع المؤمنين والمؤمنات والمسلمين والمسلمات. സ്നേഹാദരവുകളുടെ സാദാത്തുക്കൾ, സഹോദരന്മാർ, സഹോദരിമാർ, റഹ്മുർ-റഹീമിനായ അല്ലാഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ സാലിഹായമായി ഖബൂൽ ചെയ്യട്ടെ. അവന്റെ സാലിഹീങ്ങളെ അടികൂടുന്നവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. സമയം അല്പം വൈകിപ്പോയിട്ടുണ്ട്. കൂടുതൽ ആമുഖങ്ങൾ കൂടാതെ വിഷയത്തിലേക്ക് കടക്കാം. സ്ത്രീകൾ വിഷയം ചെയ്യണം. ബലഹീനരായിരിക്കുന്ന ഫർളുകളായിട്ടൊക്കെ നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന ഇടക്കാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സ്ത്രീകളെ പറ്റിയാണ് പറയാൻ തുടങ്ങിയത്. സ്ത്രീകളോടുമായി ബന്ധപ്പെട്ട് അവർ പൊതുവെ സമൂഹത്തിൽ അബലകളാണ്. അവർ മറ്റൊരാളുടെ കീഴിലായി ജീവിക്കാൻ അവകാശപ്പെട്ടവരാണ്. അവരെ മറ്റുള്ളവരെ സംരക്ഷിച്ചു കൊള്ളണം, ആ രീതിയിൽ ജീവിക്കാൻ അവകാശപ്പെട്ടവരാണ് അവർ. അപ്പോ വിശുദ്ധ ഇസ്ലാമിനകത്തുണ്ട് അവർ അവകാശങ്ങൾ, അവർ ചെയ്തു കൊടുക്കേണ്ട അവകാശങ്ങൾ, അവരുടെ ജോലികളുമെല്ലാം എന്താണ്, അതിനെത്രയാണ് പരിധിയുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് ഓതുവാനുള്ളത് ഈ വിഷയവുമായി ഇമാം അവിടുത്തെ റിയാദുസ് സാലിഹീനിൽ കുറിച്ചിട്ട് 279 ഹദീസാണ്. وعن إياس بن عبد الله بن أبي ذئاب رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا تضربوا إماء الله فأعور الله إلى رسول الله صلى الله عليه وسلم قال ذكرنا النساء على أزواجهن فرخص في ضربهن فآل صلى الله عليه وسلم أزواجهن فقر صغير يشكون أزواجهن ليس أولئك بخيكم رواه أبو داود بإسناد صحيح قوله ذئرنا هو بذال معجمة مفتوحة ثم همزة مكسورة ثم راء ساكنة ثم نون أجترأنا قوله أطاف أي أحاط. ബഹുമാനപ്പെട്ട ഇയാസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. ഇയാസ് റളിയല്ലാഹു അൻഹു എന്ന സഹാബിയുടെ പേരാണ്. ഉപ്പാടെ പേര് അബ്ദുല്ലാഹി എന്നാണ്. റളിയല്ലാഹു തആല അൻഹു അന്നഹു ഖാൽ ഇയാസ് ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തുദ്രിബു ഇമാ അല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളായിരിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ അടിക്കരുത്. സ്ത്രീകൾക്കൊരു സ്ഥാനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പറഞ്ഞത്.
അടിമകൾ തന്നെ. എങ്കിലും നിങ്ങൾ സ്ത്രീകൾ പറയാൻ അല്ലാഹുവിന്റെ അടിമകളാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. സ്ത്രീ പുരുഷനെ വെച്ചോളം സ്ത്രീകളെ തീരെ അടിക്കാൻ പാടില്ല എന്നുള്ള ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പോൾ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അവർക്ക് ഭയങ്കര കിട്ടലാണ്ട് കിട്ടിപ്പോയില്. എന്താണ് കിട്ടിയത്? ഇനി നമ്മൾ ആരും എന്താക്കൂല, അടിക്കണ പരിപാടി ഉണ്ടാവൂല എന്നുള്ളൊരു ധൈര്യം സ്ത്രീകൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. സ്ത്രീകളെ നിങ്ങൾ അടിക്കരുത് എന്നാണ് പറഞ്ഞത് ചുരുക്കം. അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഏതാ? ഭാര്യ നിങ്ങൾ അടിക്കരുത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ സംഗതി വീട്ടിലൊക്കെ പിന്നെ ഏതായി? പെണ്ണുങ്ങളൊക്കെ ഇഷ്ടംപോലെ ചെയ്യാൻ തുടങ്ങി, പല കാര്യങ്ങളും ഇഷ്ടംപോലെ അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങി. ഏതാണ്? അടിക്കൂലല്ലോ, അടിക്കൂലെന്ന് ഉറപ്പല്ലേ? അത് ഉറപ്പായതോടുകൂടെ പിന്നെ അവരുടെ നിയന്ത്രണമൊക്കെ ഏകദേശം വിട്ടു തുടങ്ങി. അതാ റസൂലിലേക്ക് عمر رضي الله عنه فقال ولا زواجهن زائرن النساء സംഭരിച്ചിരിക്കുന്നു അല അസ്വാജിഹിൻ, സ്ത്രീകന്മാർക്കെതിരായിട്ട് അവർ വലിയ ധൈര്യം സമ്പാദിച്ചവരായിട്ടുണ്ട്. ഇപ്പൊ അവരെ പിടിച്ചോടത്തൊന്നും കിട്ടുന്നില്ല. ഇപ്പോ അവര് വിളിച്ചോടത്ത് വരുന്നില്ല, പിടിച്ചോടത്ത് കിട്ടുന്നില്ല. സംഗതിയാകെ കുഴപ്പമായിരിക്കണം. കാരണം എന്താ? അടി കിട്ടൂല എന്നുള്ള ഉറപ്പുണ്ട്. അടി കിട്ടൂല, ഇനി എന്ത് കളി കളിച്ചാലും അടി കിട്ടൂല എന്നവർക്ക് ഉറപ്പ്. ആരാ പറഞ്ഞേക്കണ അടിക്കണ്ടെന്ന്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതല്ലേ. അപ്പൊ അടി കിട്ടൂല എന്നുള്ള ഉറപ്പ്. പിന്നെ പുരുഷന്മാരുടെ ആവശ്യത്തിന് അവരെ വിളിച്ചാല് അവർക്ക് സൗകര്യം ഉണ്ടായില് നോക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് വരാം, അവരുടെ സൗകര്യത്തിന്. അതൊരു പുരുഷൻക്ക് ചിലപ്പോ പുറത്തു പോകേണ്ട കാര്യം ഉണ്ടാവും, അല്ലെങ്കിൽ അവന്റെ പിന്നെ മറ്റു ജോലിന്റെ ടൈം ഉണ്ടാവും. ഇങ്ങനെ സ്ത്രീകൾ വല്ലാതെ ധൈര്യം കാണിക്കുന്നു. അല്ല അസ്വാജിന്റെ മേൽ അവർ വല്ലാതെ ധൈര്യം കാണിക്കുന്നു. ഇർന എന്ന് പറയുന്നത് ജംഉ മുഅന്നസ് ഗായിബാണ്. ജംഉ മുഅന്നസ് ഗായിബ. അന്നിസാ എന്ന് പറഞ്ഞ ബഹുവചനമാണ്. വാസ്തവത്തില് നിസാ എന്നാ പറയണ്ടേ? നിസാ ശരിക്ക് ഉള്ള പിന്നെ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന രീതി അനുസരിച്ച് പറയേണ്ടത് നിസാ, സ്ത്രീകൾ ധൈര്യം കാണിക്കുന്നു എന്ന്. ഇവിടെ ദഇർന എന്ന് പറഞ്ഞത് ഫിഇലിലും ബഹുവചനമാക്കി കൊണ്ടുവന്നത് അങ്ങനെയും ഒരു വിഭാഗം ആളുകൾ ഉപയോഗിക്കാൻ എന്ന് പറഞ്ഞ് ഒരു ശൈലിയുണ്ട്. അപ്പൊ ആ ശൈലി അനുസരിച്ച് ഫിഇലിലും ഫാഇലും ജമ്മാകുമ്പോ ഫിഇലിലും കൂടി ജമ്മാക്കുന്ന ഒരു പിന്നെ ഭാഷയിൽ അങ്ങനെ ഒരു ഏതുണ്ട് രീതി ഉണ്ട്. ആ രീതി അനുസരിച്ചാണ് എന്താക്കി സാധാരണഗതിയിൽ പറയുന്നത് ഫെയിലിൽ അങ്ങനെ ജമ്മാക്കാതെ ഫെയിലില് സ്ത്രീലിംഗത്തിന്റെ അടയാവുന്ന വേണ്ടത്. ഇവിടെ അങ്ങനെ പറയാതെ സ്ത്രീലിലും ബഹുവചനമാക്കി ഉപയോഗിച്ചത് സാധാരണയിൽ ആളുകളിൽ ചില വിഭാഗം ആളുകൾ ഉപയോഗിച്ചിട്ടുള്ള ഭാഷയാണ്. ില്ല സാധാരണക്കെതിരാണെങ്കിലും. ഏതായിരുന്നാലും വിഷയം എന്താണ്?
പെണ്ണുങ്ങളെ പിടിച്ചോട്ട് വല്ല ധൈര്യക്കുന്നു. ഇപ്പോ അടി കിട്ടൂല എന്നുള്ള ധൈര്യം അയക്കണം. അടി കിട്ടൂല എന്നുള്ള ധൈര്യമായതുകൊണ്ട് അവരെ പിടിച്ചോടത്ത് കിട്ടാത്ത അവസ്ഥയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തി. ഫറഖസ ഫീ ദർബിഹിന്ന. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അടിക്കാൻ വേണ്ടി അടിക്കുന്ന വിഷയത്തിൽ അടിക്കാൻ പാടില്ല എന്ന് ആദ്യം പറഞ്ഞിരുന്നല്ലോ, ആ വിഷയത്തിൽ ഇളവ് കൊടുത്തു. അടിക്കാൻ പാടില്ല പക്ഷേ ഒരു ഇളവ് കൊടുത്തു. എന്താണ് പാടില്ല വെച്ച് കൊടുത്തെന്താ ഉണ്ടാവുക? അടിക്കാൻ പറ്റില്ല ആവശ്യത്തിന് ഇളവ് ഉണ്ടാവുക. അവരടിക്കുന്ന വിഷയത്തിൽ, അഥവാ അടിക്കുന്ന വിഷയത്തിൽ ആദ്യത്തെ അവിടുത്തെ നിർദ്ദേശം എന്തായിരുന്നു? ലാ തുദ്രിബു ഇമാ അല്ലാഹ് എന്നായിരുന്നു. അള്ളാഹുവിന്റെ അടിമകളാകുന്ന സ്ത്രീകളെ നിങ്ങൾ അടിക്കരുത്. അതായിരുന്നു അടിക്കുന്ന സ്ത്രീകളുടെ വിഷയത്തിലുള്ള റസൂൽ. അപ്പൊ സ്ത്രീകളുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇളവ് കൊടുത്തു. അഥവാ എന്താം അടിക്കാം. ഫർഹസ. അപ്പൊ നബി അടിക്കശേരി അഥവാ എന്ത് ചെയ്യാം? അവരെ അടിക്കാം അല്ലേ? ശ്രദ്ധിക്കുന്നില്ലേ? മനസ്സിലാകുന്നില്ലേ? കേൾക്കുന്നില്ലേ? ആരും ടെക്സ്റ്റ് ഒന്നും അടിക്കണില്ല. അപ്പൊ അവരെന്ത് ചെയ്യാം? അടിക്കാമെന്നല്ല വരുന്നത്. അപ്പോൾ അവരെ അടിക്കാം. മനസ്സിലാവണ ഇങ്ങനെ ചെറിയ ടെസ്റ്റുകളൊക്കെ എഴുതാൻ പറ്റിയത് എഴുതാട്ടോ. എന്നാൽ അടിക്കാന്നാണ്ട് പറഞ്ഞോട് കൂടിയിട്ട് കുറച്ചാൾ ഇവിടെയൊക്കെ ആയിട്ടാണ്. പിന്നെ ആൾക്ക് പറ്റില്ല എന്നുള്ള സമ്മതം കിട്ടിയല്ലോ. ചില ആൾക്കാർ അടിക്കാന്നുള്ള ഓർഡർ കിട്ടി, അടിക്കാന്നുള്ള ഇളവ് കിട്ടിയപ്പോ പിന്നെ അങ്ങോട്ട് അടിക്കാൻ തുടങ്ങി ചിലര്. സുബ്ഹാനല്ലാഹ്. فأطاف بآل رسول الله صلى الله عليه وسلم نساء كثير يشكون أزواجهن. അതാ വരുന്നു പെൺപട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിമ സ്ത്രീകളായിട്ട് അവിടെ ഉള്ള സ്ത്രീകളുടെയൊക്കെ അടുക്കിലേക്ക് ഒരു പെൺപട അങ്ങോട്ട് വന്നു. ഇതാ ഞങ്ങൾക്ക് അടി കിട്ടിയാണ്, ഞങ്ങൾക്ക് വലിയ അടിയാണെന്ന് പറഞ്ഞിട്ട് വല്ലാത്ത പ്രശ്നം. യഷ്കൂന, അവർ അന്യായം പറയുന്നു, കേസ് പറയുന്നു. അസ്വാദഹുന്ന, അവരുടെ ഭർത്താക്കന്മാരെ കുറിച്ച് അടിയോടടിയാണ്. ഇപ്പോ നിവൃത്തിയൊന്നുമില്ല, വല്ലാത്ത അടി. അങ്ങനെ അടിക്കാൻ പാടുണ്ടോ? അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുൽ വറാ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലഖദ് അതാഫ ബിആലി ബൈത്ത് മുഹമ്മദിൻ. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുന്ന് പറയാം, മുഹമ്മദിന്റെ കുടുംബക്കാരുടെ അടുക്കൽ വലയം ചെയ്തിരിക്കുന്നു. അതാഫ എന്ന വലയം ചെയ്തു എന്നാട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കുടുംബക്കാരുടെ അടുക്കൽ വലയം ചെയ്തു എന്ന് പറഞ്ഞാല് അവിടെ എന്തായി? ഒരുപാട് സ്ത്രീകൾ വന്നിട്ട് ഒരു ഗരാവോ എന്ന് പറയാൻ പറ്റൂല, ഒരു അന്യായം പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരുമിച്ച് കൂടൽ. ഇന്നത്തെ ഭാഷയിൽ ഇപ്പൊ അങ്ങനെയാണല്ലോ. അവരൊക്കെ എന്താ പറയുന്നു? യഷ്കൂന, അവർ അന്യായം പറയുന്നു, കേസ് പറയുന്നു. അസ്വാദഹുന്ന, ഞങ്ങളുടെ ഭർത്താക്കന്മാരെ സംബന്ധിച്ച് അവര് കേസ് പറയുന്നു. കിട്ടിയ ചാൻസ് അവർ ഉപയോഗപ്പെടുത്തി. അതോടുകൂടി പെണ്ണുങ്ങൾ വിടുവോ? പെണ്ണുങ്ങൾ എവിടെ എത്തി? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബക്കാരുടെ അടുക്കല് അവര് ചുറ്റും കൂടി എല്ലാവരും വന്നിട്ട് ഭർത്തന്മാരെ ഒരു കേസ് പറയാറുള്ളത്. എനിക്ക് ഇന്നലെ 2 കിട്ടി, വേറൊരാൾ എനിക്ക് 3 കിട്ടി, ഒരാടി കിട്ടി, ഇങ്ങനെ പറ്റൂല, പരിഹാരം ഉണ്ടാക്കണം, എഴുത്തങ്ങളോട് പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
പല നിലക്കും കേസും പറഞ്ഞുകൊണ്ട് വന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ലോകത്തിന്റെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വലഖദ് അതാഫ ബിആലി ബൈത്തി മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ, നമ്മൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണല്ലോ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ബിആലി ബൈത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ വീട്ടുകാരോട് അഹലുകാരെ വലയം ചെയ്തിരിക്കുന്നു, അഥവാ അവിടുത്തെ വീട്ടിന്റെ ആളുകളാകുന്ന അവിടുത്തെ അസ്വാജ് ഭാര്യമാർ, അവിടുത്തെ പെൺമക്കൾ, അവിടുത്തെ വേണ്ടപ്പെട്ടതായിരിക്കുന്ന സ്ത്രീകളുമായി ബന്ധപ്പെടാൻ പറ്റിയ അവിടുത്തെ അടിമ സ്ത്രീകളൊക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരും എല്ലാവരും ആണ് ഇവിടെ ആലുബൈത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നല്ലാതെ ഇവിടെ ആലുബൈത്ത് നബി തങ്ങളുടെ കുടുംബം എന്ന് ഇവിടെ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലമ സക്കാത്ത് സ്വീകരിക്കൽ ഹറാമായിട്ടുള്ള പിന്നെ അഹ്ലുബൈത്ത് എന്ന അർത്ഥത്തിനല്ല. ഇവിടുത്തെ ഉദ്ദേശം എന്താണ്? സ്ത്രീകളിൽ നിന്നും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം താമസിക്കുന്ന അല്ലെങ്കിൽ നബി തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയുള്ള അവിടുത്തെ അടിമ സ്ത്രീകളും അവിടുത്തെ മക്കളും പെൺമക്കളും അതുപോലെ ഭാര്യമാരൊക്കെ ആകുന്ന ആ കുടുംബത്തിന്റെ അടുക്കൽ വലയം ചെയ്തിരിക്കുന്നു. നിസാഉൻ കസീറുൻ, യശ്കൂന അസ്വാജഹുന്ന, ഹബീബായ നബി തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ സ്ത്രീകളൊക്കെ അവരുടെ ഭർത്താക്കന്മാരെ കുറിച്ച് അന്യായം പറയുന്നവരായിട്ട്, കേസ് പറയുന്നവരായിട്ടാണ് വന്നിട്ടുള്ളത്. എന്നാൽ ലൈസ ഉലൈക, അങ്ങനെ അടിക്കുന്ന പുരുഷന്മാരുണ്ടല്ലോ, നിങ്ങൾ ഉത്തമർ അല്ല. അങ്ങനെ അടിക്കാന്തമായി അടിക്കരുത്. അങ്ങനെ അടിക്കുന്ന പുരുഷന്മാർ ബിഖിയാരിക്കും, നിങ്ങളിൽ ഉത്തമർ അല്ല. അങ്ങനെ നിങ്ങളിൽ ആരല്ല? ഉത്തമരല്ല. അപ്പോ എന്തായി? അടിക്കാൻ വളരെ നിർബന്ധിത ആവശ്യം വരുമ്പോൾ മാത്രം എന്ത് ചെയ്താൽ മതി? ചെറിയ നിലക്ക് അവരെ വല്ലാത്ത അപകടപ്പെടുത്തികൾ അവരെ ബോധ്യപ്പെടുത്താനും ഓർമ്മിപ്പിക്കാനും വേണ്ടി മാത്രം ഒന്ന് എന്നോട് സൂചിപ്പിക്കുകയാണ്. പിന്നെ ഇയാണ് ഇങ്ങനെ വേറെ പലതും എഴുതുന്നത്. ഇപ്പൊ ഇവിടെ ഇപ്പൊ വേറൊന്നും എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ SSF-നോടൊക്കെ? ക്ലാസ് എടുക്കേണ്ട സമയത്ത് എല്ലാരും അതിൽ ശ്രദ്ധിക്കൂലേ? SSF കാരനായ ആളുകളൊക്കെ നല്ല വ്യക്തികൾ ഇപ്പൊ ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്താക്കരുത്? വേറെ ഒന്നും എഴുതരുത് കേട്ടോ. ക്ലാസ്സിൽപ്പെട്ട കാര്യങ്ങൾ മാത്രം എഴുതാം. അതേപോലെ ചോദ്യം അപ്പോഴൊക്കെ എഴുതാം. റവാഹു അബൂദി, ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സഹിയായ സനദ് കൊണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഖൗലുഹു ദഇർന എന്ന പദം ഹുവ ബിദാലിൻ മുഅജമത്തിൻ മഫ്തൂഹ, ദ എന്ന് വായിക്കണം, പുള്ളിയുള്ള ഫതഹാക്കപ്പെട്ട ദാൽ കൊണ്ടാണ് ഉള്ളത്. സുമ്മ ഹംസത്തിൻ മക്സൂറത്തിൻ ദഇ, കസറാക്കപ്പെട്ട ദഇർ എന്നിങ്ങനെ. സാറല്ല ഐ ഇജ്തറഅന, കാണിക്കുന്ന. ഖൗലുഹു അതാഫ, അതാഫ എന്ന് പറഞ്ഞാൽ എന്താ? തവാഫ് ചെയ്തു, ഇങ്ങനെ ചുറ്റി നടന്നു എന്നുള്ള അർത്ഥത്തിലല്ല. ഐ അഹാത്ത, അവിടെ ഒരുമിച്ചുകൂടി, അവിടെ ചുറ്റും കൂടി എന്നർത്ഥത്തിനാണ്. ചുറ്റോറങ്ങനെ നടന്നല്ല, ചുറ്റും കൂടി എന്നർത്ഥം. തവാഫ് ചെയ്യാന്ന് പറഞ്ഞാല് ശരിക്കും എന്താണ്? വലയം വെച്ചുകൊണ്ടേയിരിക്കലാണല്ലോ. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഏതാണ് അർത്ഥം? അഹാത്ത, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ എല്ലാവർക്കും കൂടി നിന്നു. ചുറ്റും
وخير متاعها المرأة الصالحة. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, സ്ത്രീകളെ കൊണ്ടുള്ള വസിയത്തിന്റെ അധ്യായമാണ് ഇത്. ആ അധ്യായം ഈ ഹദീസോടുകൂടെ അവസാനിക്കുകയാണ്. എന്താണ് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്? അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവിടുന്ന് പറഞ്ഞു, ലോകം മതാഉന്ന ആസ്വാദ്യ വസ്തുവാണ്, ആസ്വദിക്കാനുള്ള വസ്തുവാണ് ഈ ഭൗതിക ലോകം, ആസ്വാദ്യമാണ് ഈ ഭൗതിക ലോകത്തിലെ ജീവിതം. വഖൈറു മതാഇഹാ, ഈ ദുനിയാവിലെ ആസ്വദിക്കാനുള്ളതിനങ്ങൾ ഏറ്റവും ഉത്തമം അൽ മുത്തസ്സാലിഹ്, അള്ളാഹുവിനെ ഭയപ്പെടുന്ന സാലിഹായ ഭർത്താവിനെ അനുസരിക്കുന്ന നഷ്ടം തടയം ചെയ്യും. അങ്ങനെയുള്ള സാലിഹത്തായ സ്ത്രീയാണ് ആ ഭൗതിക ലോകത്തിൽ വെച്ച് ഏറ്റവും ഉത്തമമായ ആസ്വാദ്യ വസ്തുവെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റവാഹു മുസ്ലിമുൻ, ഇമാം മുസ്ലിം തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണ്. അപ്പോ ഭൗതിക ലോകത്ത് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്താണ്? ഭൗതിക ലോകം മൊത്തത്തിൽ എല്ലാവർക്കും അറിയാമല്ലോ എന്താണ്, ആസ്വദിക്കപ്പെടാവുന്ന സാധനമാണ് ഭൗതിക ലോകത്തിലുള്ളതൊക്കെ. അതിൽ വെച്ച് ഏറ്റവും ഉത്തമമായതാണ് ഏത്? സാലിഹത്തായ സ്ത്രീ. ഒരു മനുഷ്യന്റെ വിജയത്തിൽപ്പെട്ടതാണെന്നാണ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. എന്താണ്? മിൻ സആദത്തിൽ മർഇ, ഒരു മനുഷ്യന്റെ വിജയത്തിൽപ്പെട്ടതാണ് അൽ മർഅത്തു സാലിഹ, സാലിഹായിരിക്കുന്ന സ്ത്രീ. അതൊരു മനുഷ്യന്റെ വിജയത്തിൽപ്പെട്ടതാണ്. പറയുമ്പോൾ ആ സ്ത്രീ അവനിലേക്ക് വന്നടം മുതലേക്ക് എന്താണ്, അവന് ഒരു തെറ്റിനെ കുറിച്ചും ചിന്തിക്കേണ്ട കാര്യമില്ലാത്ത നിലയിൽ അവൾ അവനെ പതിവ്രതയുള്ളവനാക്കി മാറ്റുകയാണ്, അവനെ ഇഫ്ഫത്തുള്ളവനാക്കി മാറ്റുകയാണ്. ആ സ്ത്രീയിലേക്ക് നോക്കിയാൽ അവൾ അവനെ സന്തോഷിപ്പിക്കും. ആ സ്ത്രീയോടൊരു കാര്യം കൽപ്പിച്ചാൽ പെട്ടെന്ന് തന്നെ അത് അവൾ നിറവേറ്റും. അവന്റെ അസാന്നിധ്യത്തിൽ അവളുടെ ശരീരവും അവന്റെ സ്വത്തും അവൾ സംരക്ഷിക്കും. ഇതാണ് സാലിഹായ സ്ത്രീ. അതാണ് സാലിഹായ സ്ത്രീ എന്ന് പറഞ്ഞാല്. എന്നല്ലാതെ എന്തല്ല, മറ്റ് ഭൗതികമായത് കാര്യങ്ങളല്ല. വിദേശമാണെന്നല്ല, ഭൗതികമായ സ്ഥാനമാനങ്ങളും അഴകും ഉണ്ടാവണം എന്നുള്ളതല്ല, കുറെ സമ്പാദ്യം ഉണ്ടാവണമെന്നുള്ളതുമല്ല. അതൊക്കെ ഉണ്ടായിട്ട് അവൻ പറഞ്ഞനുസരിക്കൂലേ, പിന്നെന്താ കാര്യം? അവള് പിടിച്ച വാശി തന്നെയാണ് അവള് ജയിക്കുള്ളൂ. അവൾക്ക് പോണം ഉദ്ദേശത്തിലേക്കൊക്കെ പോണം. അതിനൊന്നും ഇവന്റെ താല്പര്യമോ ഇവന്റെ ആഗ്രഹമോ അവൾ പരിഗണിക്കൂല. ഈ നിലക്കുള്ള അനാവശ്യമേതും അവനാവശ്യമുള്ള സ്ഥലത്ത് ഹാജരാവൂല. ഈ നിലക്കുള്ള ഒരു താന്തോന്നിയായിരിക്കുന്ന ഒരു അഴകുള്ള സ്ത്രീ ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അത് അപകടമാണ്. അപ്പോ അൽ മർഅത്തു സാലിഹ, സാലിഹത്തായിരിക്കുന്ന സ്ത്രീ, അതാണ് ഇത് ഒരു മനുഷ്യന്റെ വിജയത്തിൽപ്പെട്ടത്. അതുപോലെ തന്നെ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറയുന്നു, വൽ മസ്കനു സാലിഹു, നല്ല ഒരു ഭവനവും അവനുണ്ടായിരിക്കണം. വൽ മർക്കബു, നല്ല ഒരു വാഹനവും. വൽ മർക്കബുൽ ഹനി, നല്ല ആശ്വാസം നൽകുന്ന നിലക്കുള്ള ഒരു വാഹനവും അവനുണ്ടാവണം. അതിന്റെ നേരെ ഓപ്പോസിറ്റ് മനുഷ്യന്റെ പരാജയമാണ്. മിൻ ശവഖാവത്തിൽ മർഇ അൽ മർഇ,
വൽ മസ്കനു സൂ, ചീത്ത ഭവനം, ആ വീട്ടില് എപ്പോഴും എന്താണ് അവന് താമസയോഗ്യമല്ലാത്ത നിലക്കുള്ള ഓരോ വിഷമങ്ങൾ. വൽ മർക്കബു സൂ, പറഞ്ഞു കേൾക്കാത്ത നിലക്കുള്ള ഒരു വാഹനവും, സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊന്നും സ്റ്റാർട്ട് ആവൂല, കുറെ ഉന്തണം പിന്നൊന്ന് തള്ളണം, ഇങ്ങനെയൊക്കെയുള്ള വാഹനങ്ങളും, ഇതൊക്കെ മനുഷ്യന്റെ പരാജയത്തിൽപ്പെട്ടതാണ് എന്ന് പൊട്ടിയുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ നല്ല വീടുണ്ടാവുക, നല്ല സ്ത്രീ ഉണ്ടാവുക എന്ന് പറയുന്നതൊക്കെ ഏതാണ്? നല്ല ഉണ്ടാവുക നല്ല വിജയത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. അല്ലാഹു തആല ആഖിറം കൊണ്ട് വിജയിക്കുന്നവരിൽ നാം എവരെയും ഉൾപ്പെടുത്തി തരട്ടെ. ഭൗതിക ലോകത്തിൽ അല്ലാഹു നമ്മെ പരീക്ഷിച്ച് വിഷമത്തിലാക്കാതിരിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ബാബു ഹഖ്ഖി സൗജി അലൽ മർഅ, എന്താ ഒരു പെണ്ണ് ഒരു പുരുഷന് ചെയ്തു കൊടുക്കേണ്ടത്? പെണ്ണുങ്ങൾക്കുണ്ടാവില്ല ഇപ്പൊ അറിയാനുള്ള ആഗ്രഹം, പെണ്ണുങ്ങൾക്കുണ്ടാവില്ല അങ്ങനെ ഞാൻ എന്താ ബാബു ഹഖ്ഖി സൗജി അലൽ മർഅ, അല്ലെങ്കിൽ ഒരു പുരുഷൻ ഒരു പെണ്ണിനോട് എന്തൊക്കെ ചോദിക്കാൻ പറ്റും? എന്തൊക്കെ ചോദിക്കണം? ഒരു പുരുഷൻ ഒരു പെണ്ണിനോട്, ഭാര്യനോട് എന്തൊക്കെ ചോദിക്കാം? ആ എല്ലാവർക്കും ഗുണം. അതാണ് ഈ അധ്യായം. ബാബു ഹഖ്ഖി സൗജി അലൽ മർഅതി, സ്ത്രീയുടെ ബാധ്യത അത് വിവരിക്കുന്ന അധ്യായം. സൗജനക്കുള്ള അവകാശമായിട്ട് അല്ലാഹു തആല ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദ് وبما أنفق عليهم الصيحات حافظات للغيب بما حفظ الله. സൂറത്തുൻ നിസായിലെ 34ാമത് ആയത്താണ് ഇപ്പോ നമ്മൾ ഓതിയത്. സൂറത്തുൻ നിസായിലെ 34ാമത് ആയത്താണ്. ഏതാണ് ആയത്ത്? അർ-റിജാലു ഖവ്വാമൂന അലൻ-നിസാ, അർ-റിജാലു പുരുഷന്മാർ, ഖവ്വാമൂന അവർ നല്ലവണ്ണം നിന്നുപോരൽ നിർബന്ധമായവരാണ്, അലൻ-നിസാ അവരുടെ സ്ത്രീകളുടെ മേൽ. സ്ത്രീകളുടെ മേൽ അവർ കാര്യകർത്താക്കളാണ്. എന്തുകൊണ്ട്? ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദിൻ, അവരിൽ നിന്ന് ചിലരേക്കാൾ അള്ളാഹു ശ്രേഷ്ഠമാക്കിയിട്ടുണ്ട് എന്നതുകൊണ്ട്. മൊത്തത്തിൽ സ്ത്രീകളെക്കാൾ പുരുഷന്മാരെ അള്ളാഹു തആല എന്താക്കിയിട്ടുണ്ട്? ശ്രേഷ്ഠമാക്കിയിട്ടുണ്ട് എന്ന വിഷയത്തിൽ ഏതാണ് എന്ന കാരണം കൊണ്ട് സ്ത്രീകളുടെ മേൽ അവരുടെ കാര്യങ്ങൾ ഒക്കെ നിറവേറ്റിക്കൊണ്ട് നിന്ന് പോരേണ്ട അധികാരമുള്ളവരാകുന്നു പുരുഷന്മാർ. ഇപ്പൊ സ്ത്രീകളുടെ മേലുള്ള അധികാരം അതാർക്കാണ്? പുരുഷന്മാർക്കാണുള്ളത്. അവരുടെ കാര്യങ്ങൾ നോക്കാനും വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, ആ പുരുഷന്മാരുടെ സ്വത്തുകളിൽ നിന്ന് അവർ സ്ത്രീകൾക്ക് വേണ്ടി ഭക്ഷണത്തിനും വസ്ത്രത്തിനും മറ്റും ചെലവഴിക്കുന്ന കാരണം കൊണ്ടും ആ സ്ത്രീകളുടെ മേൽ നിന്ന് പോരേണ്ടവർ അവരാണ്. ഫസ്സാലിഹാത്തു, അപ്പോൾ നല്ല സ്ത്രീകൾ, ഖാനിതാത്തുൻ അവർ നല്ലവണ്ണം അല്ലാഹു തആലക്ക് ഇബാദത്ത് എടുക്കുന്നവരാണ്, ഹാഫിളാത്തുൻ ലിൽ ഗൈബി അവർ ആ ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ അവരുടെ ശരീരത്തിനെയും ആ ഭർത്താവിന്റെ സ്വത്തിനെയുമെല്ലാം സൂക്ഷിക്കുന്നവളുമാണ്. അപ്പോ തന്റെ കീഴിലുള്ള ആളുകളെ സംരക്ഷിക്കേണ്ടതുപോലെ ആ സ്ത്രീകളെ സംരക്ഷിക്കൽ ആ ഭർത്താവിന് നിർബന്ധമാണ്. അതിന് രണ്ട് കാരണമാണ് അള്ളാഹു പറഞ്ഞത്. ഒന്ന്, സ്ത്രീകളെക്കാൾ പുരുഷന്മാരെ അള്ളാഹു ശ്രേഷ്ഠമാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു കാരണം.
അതിന്റെ കാരണം എന്താ? സ്ത്രീകളെക്കാൾ പുരുഷന്മാരെ ശ്രേഷ്ഠമാക്കാനുള്ള കാരണം മൊത്തത്തിൽ സ്ത്രീകളെക്കാൾ ബുദ്ധി പുരുഷന്മാർക്കാണ്. ചില സ്ഥലത്ത് പുരുഷന്മാരെക്കാൾ കൂടുതൽ ബുദ്ധിയും തന്റെ അടക്കമുള്ള സ്ത്രീകൾ ഉണ്ടാകും. അത് മൊത്തത്തിൽ പറയുമ്പോ അതിന് പരിഗണിക്കാൻ പറ്റൂല. അന്നാദിറു കൽ അദമി എന്ന വളരെ കുറവായി ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഇല്ലാത്ത പോലെയാണ് പരിഗണിക്കുള്ളൂ. അപ്പൊ അത് വന്നാലോ വന്ന സ്ഥലത്ത് മാത്രം അതിനനുസരിച്ച് ചെയ്യാമല്ലാതെ പൊതു നിയമം പറയുന്നിടത്ത് സാധാരണ അധികരിച്ചും ഉള്ള അവസ്ഥ അനുസരിച്ചാണ് നിയമം പറയാം. സ്ത്രീകളുടെ മേൽ പുരുഷന്മാർ സ്ത്രീകളെക്കാൾ ശ്രേഷ്ഠമായതാണ്. എന്തുകൊണ്ട്? അവരുടെ ബുദ്ധി കൂടുതലുണ്ട്. അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നല്ലവണ്ണം നിയന്ത്രിക്കാൻ സാധിക്കും പുരുഷന്മാർക്ക്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുമ്പോ സ്ത്രീകൾ തെറ്റുന്നത് പോലെ പുരുഷന്മാർ അങ്ങോട്ട് തെറ്റില്ലല്ലോ. സ്ത്രീകൾ പെട്ടെന്ന് എന്താക്കും? തെറ്റും. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഇസ്ലാം സ്ത്രീകളുമായി വേർപിരിയാനുള്ള തലാഖ് സ്ത്രീയുടെ കയ്യിൽ കൊടുത്തിട്ടില്ല. അവളുടെ കയ്യിൽ കൊടുക്കണമെങ്കിൽ പെട്ടെന്ന് അവൾ പറഞ്ഞു പോവും, ഞങ്ങൾ തലാഖിലേക്കാണ്. ആ നിയന്ത്രണത്തിലുള്ള അധികാരങ്ങളൊക്കെ പുരുഷന്റെ എടുക്കുക. അതുപോലെ തന്നെ ഇബാദത്തെടുക്കാനാണെങ്കിലും മറ്റു പ്രവർത്തനങ്ങൾക്കാണെങ്കിലും പൊതുവെ ശക്തി കൂടുതലുണ്ടാകുക പുരുഷന്മാർക്കാണ്. പിന്നെ അതുകൊണ്ട് തന്നെ വാങ്ക് വിളിക്കാനും പിന്നെ ഇസ്ലാമിന്റെ ഷആയിർ അതിന്റെ ചിഹ്നങ്ങളെ നിലനിർത്താനുള്ള ജമാഅത്ത് നിസ്കാരം അത് പള്ളിയിൽ വെച്ച് നടത്താനും തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾക്ക് വിധികൾ പ്രഖ്യാപിക്കാനുള്ള ഖാളിയാവാനും ഭരണാധികാരിയാവാനും ഒക്കെ അല്ലാഹു തആല നിർബന്ധമാക്കിയത് തെരഞ്ഞെടുത്തിട്ടുള്ള പുരുഷന്മാരെയാണ്. അപ്പൊ വബിമ അൻഫഖു രണ്ടാമതൊരു കാരണം എന്താ? വബിമ അൻഫഖു മിൻ അംവാലിഹിം പുരുഷന്മാരാണ് നിക്കാഹിന്റെ അവസരത്തിൽ കാശ് ചെലവാക്കേണ്ടവരും മഹറിന് വേണ്ടിയിട്ടും അതുപോലെ ആ സ്ത്രീകളുടെ ചെലവിന് വേണ്ടിയിട്ടും കാശ് ചെലവാക്കേണ്ടവരൊക്കെ ആരാണ്? പുരുഷന്മാരാ. സ്ത്രീകൾ ചെലവാക്കുന്നത് നിർബന്ധമുള്ള കാര്യമല്ല, പുരുഷന്മാർക്ക് നിർബന്ധമുള്ള കാര്യം. സ്ത്രീകളടുത്ത് കാശുണ്ടെങ്കിൽ ഔദാര്യമായിട്ട് അവൾക്ക് വേണമെങ്കിൽ ചെയ്യാന്നല്ലാതെ അത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് യാതൊരു നിർബന്ധമുള്ളതല്ല. അവൾക്ക് കാശ് ചെലവാക്കല് അവന് ആ ഭാര്യയ്ക്ക് ആവശ്യമായ കാശുകളൊക്കെ ചെലവാക്കാണ്ട് ആരുടെ ഉത്തരവാദിത്തം? പുരുഷന്റെ ഉത്തരവാദിത്തം. ഫസ്സാലിഹാതു ഖാനിതാതുൻ ഹാഫിളാതുൽ ലിൽഗൈബ് ഫസ്സാലിഹാതു അപ്പോൾ നല്ല സ്ത്രീകൾ ഖാനിതാതുൻ അവർ നല്ല ഇബാദത്തെടുക്കുന്ന സ്ത്രീകളാണ്. മാത്രവുമല്ല മുത്തീആത്തുൻ ഖായിമാത്തുൻ ബിഹുഖൂഖി അസ്വാജ് എന്നർത്ഥം. ഭർത്താക്കന്മാരുടെ ഹക്കുകൾ നല്ലവണ്ണം നിന്ന് ഹക്കുകൾ അനുസരിച്ച് ഭർത്താക്കന്മാരോട് വീട്ടേണ്ട ഹക്കുകൾ ശരിയായ രീതിയിൽ വീട്ടിയിട്ട് നിന്ന് പോരുന്ന സ്ത്രീകളാണ്. അതാണ് നല്ല സ്ത്രീകൾ. ഫസ്സാലിഹാത്തു ഖാനിതാത്തുൻ ഖാനിതാത്തുൻ എന്നല്ല മുത്തീആത്തുൻ വഴിപ്പെടുന്നവരാണ്. ഖായിമാത്തുൻ ബിഹുഖൂഖിൽ അസ്വാജ് ഭർത്താക്കന്മാരുടെ അവകാശങ്ങൾ ശരിയായ രീതിയിൽ നിർവഹിക്കുന്ന അല്ലാഹു തആലക്ക് വഴിപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുമായ സ്ത്രീകളാണ് ഖാനിതാത്ത്. ഹാഫിളാത്തുൽ ലിൽഗൈബി ഹാഫിളാത്തുൻ അവർ സൂക്ഷിക്കുന്നവരാണ്. ഐ യഹ്ഫളുന ഫീ ഗൈബത്തിൽ അസ്വാജി മാ യജിബു ഹിഫ്ളുഹു ഫിൻ നഫ്സി വൽ മാൽ ഭർത്താക്കന്മാരുടെ അസാന്നിധ്യത്തിൽ എന്തെല്ലാമാണോ സൂക്ഷിക്കൽ നിർബന്ധമുള്ളത് ആ കാര്യങ്ങളെല്ലാം അവൾ സൂക്ഷിക്കുന്നവരാണ്. അതാണ് ഹാഫിളാത്തുൽ ലിൽഗൈബി ഭർത്താക്കന്മാരുടെ അസാന്നിധ്യത്തിൽ അവൾ സൂക്ഷിക്കേണ്ടതിനൊക്കെ സൂക്ഷിക്കുന്നവളാണ്. ബിമാ ഹഫിളല്ലാഹ് അല്ലാഹു തആല അവരോട് അതെല്ലാം സൂക്ഷിക്കണമെന്ന് കൽപ്പിക്കുന്ന കാരണം കൊണ്ട് ഐ ബിഹിഫ്ളില്ലാഹി ഇയാഹുന്ന ബിൽ അംരി അലാ ഹിഫ്ളിൽ ഗൈബി
ഇങ്ങനെ സൂക്ഷിക്കണമെന്ന് അല്ലാഹു തആല കൽപ്പിക്കുന്ന കാരണം കൊണ്ട് ബിഹിഫ്ളില്ലാഹി എന്നർത്ഥം. അല്ലാഹു തആലയുടെ നിയന്ത്രണവും അല്ലാഹുവിന്റെ പിന്നെ കൽപ്പനയും ഉണ്ട്. അതനുസരിച്ചാണ് അവൾ അങ്ങനെ സൂക്ഷിക്കേണ്ടി വരുന്നത്. അല്ലാഹുവാണ് അങ്ങനെ തീരുമാനിച്ചത്. പുരുഷന്മാരെക്കാൾ അല്ല, പുരുഷന്മാരുടെ അസാന്നിധ്യത്തിൽ അങ്ങനെ അവരുടെ സ്വത്തുക്കളെയും അവരുടെ ശരീരത്തിന്, പെണ്ണുങ്ങളുടെ ശരീരത്തിനൊക്കെ ഒരു സൂക്ഷിക്കണമെന്ന് കൽപ്പിച്ചത് അല്ലാഹുവാണ്. അപ്പൊ അല്ലാഹു കൽപ്പിച്ച കാരണം കൊണ്ട് ബിമാ ഹഫ്ളല്ലാഹു എന്നാലും അല്ലാഹു സൂക്ഷിക്കാനായി കൽപ്പിച്ച കാരണം കൊണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അല്ലാഹു തആല വലിയ പ്രതിഫലം ദുനിയാവിലും കൊടുക്കും, ആഖിറത്തിലും കൊടുക്കും. ദുനിയാവില് അല്ലാഹു തആല അവരുടെ ചെലവ് ഉറപ്പുവരുത്തിയിട്ടുണ്ട്, അവരുടെ താമസം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഭൗതികമായ ലോകത്തും അവർക്ക് അല്ലാഹു തആല അതിന്റെ ഗുണങ്ങൾ ഉറപ്പുവരുത്തുന്നു. അങ്ങനെ മരണപ്പെട്ടു പോയാൽ ആ ഒരു കാരണം കൊണ്ട് തന്നെ, ഭർത്താവിനനുസരിച്ചുന്ന കാരണം കൊണ്ട് തന്നെ അവളുടെ ദോഷങ്ങളൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ അല്ലാഹു സൂക്ഷിക്കുന്ന രീതിയാണത്. ബിമാ ഹഫിളല്ലാഹു, അല്ലാഹു സൂക്ഷിച്ചതായ കാരണം കൊണ്ട് കേട്ടോ. ബിഹിഫ്ളില്ലാഹി ഇയ്യാഹുന്ന, അല്ലാഹു തആല അവരെ സൂക്ഷിച്ച കാരണം കൊണ്ട് എന്നാ എന്റെ ഉദ്ദേശം. പിന്നെ ആയത്തിന്റെ ബാക്കി ഭാഗം ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ബിഹിഫ്ളില്ലാഹി ഇയ്യാഹുന്ന, അല്ലാഹു തആല അവരെ സൂക്ഷിച്ചതായിരിക്കുന്ന കാരണം കൊണ്ട്. എങ്ങനെ സൂക്ഷിച്ചു? അല്ലാഹു തആല അവരെങ്ങനെ സൂക്ഷിച്ചു? നിങ്ങള് ഭർത്താക്കന്മാരുടെ അസാന്നിധ്യത്തിൽ അവരെ സ്വത്തുക്കൾ സൂക്ഷിക്കണമെന്നും അതുപോലെ നിങ്ങളുടെ സ്വന്തം ശരീരം സൂക്ഷിക്കണമെന്നും അവരുടെ സാന്നിധ്യത്തിൽ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്താക്കണം, അനുസരിക്കണമെന്നും ഒക്കെ അല്ലാഹു തആല കൽപ്പിച്ച കാരണം കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അല്ലാഹു തആല ആ സ്ത്രീകളെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നർത്ഥം. അല്ലാഹു കൽപ്പിച്ച കാരണം കൊണ്ടാണ് അവിടെ ആ സ്ത്രീകളെ സൂക്ഷിച്ചു എന്നുള്ള ആ രീതിയിൽ പറയുന്നത്. പിന്നെ الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم فالصالحات قانتات حافظات للغيب بما حفظ الله واللاتي تخافون نشوزهن فاعظوهن واهجروهن في المضاجع واضربوهن فإن أطعنكم فلا تبغوا عليهن سبيلا إن الله كان عليا كبيرا. നിങ്ങൾ ഭയപ്പെടുന്നുണ്ട്, അവർ പിണങ്ങിപ്പോകുന്ന നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, അഥവാ സ്ത്രീകൾ പിണക്കം കാണിക്കുന്നുണ്ടെങ്കിൽ ആ സ്ത്രീകളെ നിങ്ങൾ ഉപദേശിക്കണം. ഒന്നാമതായി വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, വല്ലാത്തി, ചില സ്ത്രീകൾ, തഖാഫൂന നുശൂസഹുന്ന, നിങ്ങൾ ഭയപ്പെടുന്നു, നുശൂസഹുന്ന, അവരുടെ പിണക്കത്തിന് നിങ്ങൾ ഭയപ്പെടുന്നു, അവരുടെ സ്വഭാവം വളരെ മോശമായി, അങ്ങനെ മോശമായിട്ട് അവർ പിണങ്ങുകയാണ്. എങ്ങനെ പിണങ്ങുന്നത്? പറയുന്നൊന്നും അവൾ അനുസരിക്കണില്ല, അപ്പൊ പിന്നെ അവളോട് പിണങ്ങേണ്ടി വരൂലേ? അങ്ങനെ അവളോട് പിണങ്ങേണ്ടി വരുന്ന അവസ്ഥയെ നിങ്ങൾ ഭയപ്പെടുമ്പോൾ ഫഅ്ലൂഹുന്ന, അവർക്ക് നിങ്ങൾ ഉപദേശം കൊടുക്കണം. വിശുദ്ധ ഖുർആനിന്റെ ഒന്നാമത്തെ ആജ്ഞയാണ് ഫഅ്ലൂഹുന്ന. നിങ്ങൾ ചെയ്യേണ്ടത് പെട്ടെന്നുണ്ട് തലാഖ് ഇല്ലല്ല, പറയുന്നേ കേൾക്കും, ഞാൻ പറഞ്ഞേ കേട്ടില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് പിറ്റേ ദിവസം ടിക്കറ്റ് എടുത്ത് ഗൾഫിലേക്ക് വന്ന് തലാഖ് നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്ന കുറെ ആളുകളുണ്ട്. വിശുദ്ധ ഇസ്ലാമിന്റെ പാഠം എന്താണ്? വദ്രിബൂഹുന്ന അല ഫഅ്ലൂഹുന്ന, അവരെ നിങ്ങൾ ഉപദേശിക്കണമെന്നാണ്. അവർ നിങ്ങൾ വഅള് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ജീവിതം നല്ല നിലക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അങ്ങനെ നല്ല നിലക്ക് മുന്നോട്ട് പോകണമെങ്കിൽ പിന്നെ എന്ത് വേണം?
പരസ്പരം യോജിപ്പോടുകൂടെ പോയെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. യോജിപ്പോടുകൂടെ പോകണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടുകൂടെ ജീവിക്കണം. എങ്കിൽ മാത്രമേ നല്ല നിലക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ വിശുദ്ധ ഇസ്ലാം നിനക്ക് ചെലവ് തരണമെന്ന് പോലും എന്നോട് നിർബന്ധിപ്പിക്കുന്നില്ല. നിനക്ക് ഭക്ഷണം തരണമെന്നും വസ്ത്രം തരണമെന്നും പാർപ്പിടം തരണമെന്നൊന്നും നീ പിണങ്ങുകയാണെങ്കിൽ, നീ ആ പറഞ്ഞതനുസരിക്കാതിരിക്കുകയാണെങ്കിൽ വിശുദ്ധ ഇസ്ലാം എന്നോട് കൽപ്പിക്കുന്നില്ല. ചെലവും പാർപ്പിടവും വസ്ത്രവും എല്ലാം നഷ്ടപ്പെടുന്ന പ്രവർത്തനമാണ് നീ അനുസരണക്കേട് കാണിക്കുക എന്ന് പറയുന്നത്, വിളിച്ചോടുത്ത് വരാതിരിക്കുക എന്ന് പറയുന്നത്. പുരുഷന്റെ സ്ത്രീ എന്തിന് കല്യാണം കഴിക്കപ്പെട്ടോ ആ ആവശ്യം നിർവഹിക്കാൻ വേണ്ടിയിട്ട്, ഭൗതികമായ മറ്റവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, അവന്റെ വസ്ത്രം തിരുമ്പാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവന്റെ കുട്ടികളുടെ വസ്ത്രം തിരുമ്പാൻ വേണ്ടിയിട്ടോ അലക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവന്റെ മറ്റ് റൂം അടിച്ചു വാരാൻ വേണ്ടിയിട്ടോ വീട് അടിച്ചു വാരാൻ വേണ്ടിയിട്ടോ അവന്റെ ജ്യേഷ്ഠന്മാരുടെയോ അനിയന്മാരുടെയോ ഡ്രസ്സുകൾ അലക്കാനും സ്ഥിരിടാനും വേണ്ടിയിട്ടോ വാപ്പയുടെയും ഉമ്മയുടെയും ഡ്രസ്സുകൾ അലക്കാനും കഴുകാനും വേണ്ടിയിട്ടോ ഒന്നും അവർക്ക് തെറ്റാൻ പറ്റൂല. അതൊന്നും അവളോട് നിർബന്ധിപ്പിക്കാൻ ഒരു അവകാശവുമില്ല. അതൊക്കെ അവൾക്ക് ഇഷ്ടം പോലെ ചെയ്താൽ അവൾക്ക് അള്ളാഹുവിനെ കൂലി കൊടുക്കും എന്നല്ലാതെ അതൊന്നും അവളെ നിർബന്ധിക്കാൻ ഇസ്ലാം ഒരു ചാൻസും നൽകുന്നില്ല. മറിച്ച് അവന്റേതായിരിക്കുന്ന ആവശ്യം, ലൈംഗികമായിരിക്കുന്ന അവന്റെ അള്ളാഹു തആല അനുവദിച്ചിട്ടുള്ള ആവശ്യം, ആ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവൻ ക്ഷണിക്കുമ്പോ അതിന് പിന്നെ ഇസ്ലാമികമായ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ അവള് പിന്നെ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, ഒഴിവൊഴിവ് പറയാൻ പാടില്ല. അതിന് അവൻ എവിടേക്ക് ക്ഷണിച്ചാലും അവൾ പോവൽ ആവശ്യമാണ്. അതാണ്. അങ്ങനെ പോവാതെ അവൾ വിഘടിച്ചു നിൽക്കുകയാണെങ്കിൽ ഫഅലൂഹുന്ന, അവളെ നിങ്ങൾ ഉപദേശിക്കണം. ഇത് നിനക്ക് ഭക്ഷണം നഷ്ടപ്പെടുന്ന കാര്യമാണ്, നമ്മുടെ ജീവിതം നല്ല നിലക്ക് മുന്നോട്ട് പോകൂല. മുന്നോട്ട് പോകാതിരുന്നാൽ നീ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരും. ബുദ്ധിമുട്ടാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം എന്നും നിലനിൽക്കേണ്ടതുണ്ട്, നാളെ ആഖിറത്തിലും നിലനിൽക്കേണ്ടതുണ്ട്, സ്വർഗത്തിലും ഒരുമിച്ച് കൂടേണ്ടതുണ്ട് എന്നൊക്കെ നല്ല നിലക്ക് ഏതെല്ലാം രീതിയിൽ പറയാൻ പറ്റുമോ ആ രീതിയിലൊക്കെ പറഞ്ഞ് അവളുടെ അതിന് വിശുദ്ധ ഇസ്ലാം പറയുന്നത് അവളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കളവ് തന്നെ പറയൽ നിർബന്ധമായി വരികയാണെങ്കിൽ അതിനു പോലും വിശുദ്ധ ഇസ്ലാം അനുമതി നൽകുന്നുണ്ട്. അത്രയും തെറ്റി നിൽക്കലിനെ, ഭാര്യയുമായി കുടുംബവുമായി തെറ്റി നിൽക്കലിനെ ഇസ്ലാം എന്താക്കുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നില്ല. വഹ്ജുറൂഹുന്ന ഫിൽ മളാജി, രണ്ടാമതായി തലാഖ് ചെല്ലലല്ല. പറഞ്ഞിട്ട് അത്രയും കേൾക്കണില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഒറ്റടിക്ക് തലാഖ് ചെല്ലലല്ല. വീണ്ടും പറയൽ തുടർന്നുകൊണ്ടേയിരിക്കുക. അതിനോടുകൂടെ തന്നെ രാത്രിയിലെല്ലാ പണിയും കഴിഞ്ഞിട്ട് കിടക്കാൻ അവള് വരുമല്ലോ, കിടക്കാൻ വരുമ്പോ നീ അപ്പുറത്ത് പായിട്ട് കിടന്നിട്ടോ എന്ന് പറയാം. രണ്ടാമത്തെ വഴിയാണ്, നീ അപ്പുറത്ത് പായ വിരിച്ച് കിടന്നോ, ഇവിടെ കിടക്കണ്ട. കൂടിക്കിടക്കുന്ന ആ സ്ഥലത്തിൽ അവളെ വിട്ടുപിരിയുക. അത് രണ്ടാമത്തെ വഴി. ഇതൊന്നും ചെയ്യാതെ ചില ആളുകള് എന്തു ചെയ്യും, പെട്ടെന്ന് തന്നെ ഭാര്യയുടെ നാട്ടിലെ മഹലിലേക്ക് ഒരു എഴുത്ത് ഉണ്ടായേക്കും, കത്ത്, അല്ലെങ്കിൽ വക്കീലിനെ കൊണ്ട് കത്ത് എഴുതിപ്പിച്ചിട്ട് നേരെ തലാഖ്, 3 തലാഖും ചെല്ലിയെന്നും പറഞ്ഞിട്ട്. എന്തൊരു അനീതിയാണത്. വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താണ്? ഒന്നാമതായി അവളോട് നീ ഉപദേശിക്കണം. ആ ഉപദേശം തുടർന്നുകൊണ്ടേയിരിക്കുക. ഉപദേശം ഫലവത്താകുന്നില്ല എന്ന് അവന് ബോധ്യപ്പെട്ടാൽ പിന്നീട് ആണ് എന്ത് ചെയ്യേണ്ടതുള്ളൂ, വഹ്ജുറൂഹുന്ന ഫിൽ മബാജി, കിടക്കുന്ന സ്ഥലത്തിൽ അവളുമായി നിങ്ങൾ വെടിഞ്ഞു കിടക്കുക. അത് അവൾ നന്നാവുന്നവരേക്കും ഒരു ദിവസം ചിലപ്പോൾ ഫുള്ളായി കിടക്കേണ്ടി വരില്ല. കുറച്ചു നേരം കിടക്കുമ്പോഴത്തേന് അവളെല്ലാം പൊരുത്തപ്പെടണം എന്ന് പറഞ്ഞിട്ട് അവരെന്താക്കും,
ബുദ്ധിയുള്ള സ്ത്രീകൾ അപ്പൊ വരും. കഴിഞ്ഞു പോയതൊന്നും നിങ്ങളെ എന്റെ അടുത്ത് ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞ് അവർ രംഗത്ത് വരും. അപ്പൊ പിന്നെ ഇവന് നേരത്തെ വീടിയിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവന് മറയിക്കാൻ പാടില്ല. ഒരൊറ്റ പറച്ചില് മാത്രം പറഞ്ഞാൽ പിന്നെ അവൻ എന്ത് ചെയ്യണം? ബാക്കി ഇവൻ അങ്ങോട്ട് പറയണം, ബാക്കി ഇവൻ അങ്ങോട്ട് സമാധാനിപ്പിക്കണം, എന്നുണ്ടാവരുത് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇവന്റെ ആ പിണക്കം ഇവൻ തുടർത്തി കൊണ്ടുപോകാൻ പാടില്ല. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫൈൻ അതായനക്കും ശേഷം പറയാൻ പോകുന്നുണ്ട്. ഫലാ തബ്ഗു അലൈഹിന്ന സബീല. ഒരു നിലക്കും അവർക്ക് പിന്നെ അവർക്കെതിരിൽ നിങ്ങൾ ഒരു കാര്യവും നിങ്ങൾ പറയാൻ പാടില്ല. അവരനുസരിക്കാൻ വേണ്ടി തയ്യാറായാൽ പിന്നെ വഹ്ജുറൂഹുന്ന ഫിൽ മദാജി, കിടപ്പ് സ്ഥലത്തിൽ മാത്രം അവരോട് വിട്ടു നിൽക്കുക, സംസാരത്തിൽ പാടില്ല. വദ്രിബൂഹുൻ, അതിൽ ഒരു ഗുണം കിട്ടുന്നില്ല. ഉപദേശം ധാരാളം നടന്നു, കിടപ്പ് സ്ഥലത്തിൽ വിട്ടുനിൽക്കൽ പരമാവധി വിട്ടുനിർത്തുന്നു, ആഴ്ചകളോളം വിട്ടുനിന്നു, അല്ലെങ്കിൽ മാസങ്ങളോളം വിട്ടുനിന്നു. എന്നിട്ടും വദ്രിബു, അവൾ അനുസരിക്കുന്നില്ലെങ്കിൽ സംസാരത്തിൽ വിട്ടുനിൽക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് മുമ്പ് തന്നെ. ഇപ്പൊ കിടത്തത്തിൽ വിട്ടുനിർത്തിയിട്ടും അവൾ പഴയ സ്വഭാവം തന്നെയാണ്. അവൻ വിളിച്ച സമയത്ത് ഒന്നും അവൾ വരാത്ത പിന്നെ നിലക്കും അവനനുസരിക്കാത്ത രീതിയൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദുഷിച്ച സ്വഭാവം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവനക്കെതിരായ പ്രവർത്തനങ്ങൾ അവൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോ ആ തെറ്റുകൾ കാണുന്ന സമയത്ത് വദ്രിബൂഹുന്ന, അവരെ നിങ്ങൾ ശരീരത്തിൽ മുറിവേൽപ്പിക്കാത്ത രീതിയിൽ, വലിയ പരിക്ക് പറ്റാത്ത രീതിയിൽ അവരെ നിങ്ങൾ അടിക്കണം. ഫൈൻ അതഅനകും, അങ്ങനെ ഒരൊറ്റ പ്രാവശ്യം അടിച്ചപ്പോ തന്നെ അവൾക്ക് ബുദ്ധിയുള്ളവളാണെങ്കിൽ അവൾക്ക് മനസ്സിലായി പോയി ഈ നിലക്ക് മുന്നോട്ട് പോയാൽ ബന്ധം വഷളാകാൻ പോവുകയാണ്, ഇനിയൊരിക്കലും എന്റെ അടുക്കുന്ന ഈ അപകടം ഉണ്ടാവുകയില്ല, ഈ വേണ്ടാത്തരങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് അവൾ പെട്ടെന്ന് തീരുമാനിച്ചോളയും. അങ്ങനെ തീരുമാനിച്ചാൽ ഫൈൻ അതഅനകും, അവർ നിങ്ങൾക്ക് അനുസരിക്കുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾക്കനുസരിച്ചാൽ ഫലാ തബ്ഗു അലൈഹിന്ന സബീലൻ, വിശുദ്ധ ഖുർആൻ പറയുന്നു വളരെ കർക്കശമായിട്ട്, ഒരു വഴിയും അവർക്കെതിരിൽ പിന്നെ നിങ്ങൾ സ്വീകരിക്കാൻ പാടുള്ളതല്ല. അവൾ അനുസരിക്കാൻ തയ്യാറായാൽ പിന്നെ ഫലാ തബ്ഗു, നിങ്ങൾ അന്വേഷിക്കരുത്, അലൈഹിന്ന സ്ത്രീകൾക്കെതിരിൽ സബീലൻ, ഒരു മാർഗവും പിന്നെ നിങ്ങൾ അന്വേഷിക്കരുത്. ഇന്നല്ലാഹ കാന അലിയ്യൻ കബീറാ, തീർച്ചയായും അല്ലാഹു തആല ഉന്നതനും അല്ലാഹു തആല ഏറ്റവും ഉയർന്നവരും ആകുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ശിക്ഷയുണ്ടാകും നിങ്ങൾ അനീതിയായി അവരെ ആക്രമിച്ചാൽ. അതാണ് അതിന്റെ ബാക്കി. ഇന്നല്ലാഹ കാന അലിയ്യൻ കബീറ എന്നാൽ നിങ്ങളിപ്പോ സ്ത്രീകളെക്കാൾ വലിയ ആൾക്കാരാണെന്ന് കരുതിയിട്ടല്ലേ നിങ്ങൾ അവരെ ആക്രമിച്ച്? എന്നാൽ നിങ്ങളെക്കാൾ വലിയവനാണ്. നിങ്ങൾക്ക് ആക്രമിക്കാനുള്ള കഴിവ് നിങ്ങൾ അനധികൃതമായി എടുത്തത് അല്ലാഹു നിങ്ങൾക്ക് അനുഗ്രഹമായി തന്ന കഴിവിൽ നിന്നാണ്. ഫഹ്ദറൂഹു അയ്യുആഖിബകും ഇൻ ളലംതുമൂഹുൻ, സ്ത്രീകളോട് അനീതിയായി നിങ്ങൾ പെരുമാറിയാൽ നിങ്ങളെ അല്ലാഹു ശിക്ഷിക്കുമെന്ന് അല്ലാഹുവിനെ നിങ്ങൾ ഭയപ്പെടണം. അതാണ് ഇന്നല്ലാഹ കാന അലിയ്യൻ കബീറ. എന്റെ ലാസ്റ്റ് കൊടുക്കാൻ കാരണം അതാ, ഇന്നല്ലാഹ കാന അലിയ്യൻ കബീറ, നിശ്ചയം അല്ലാഹു ഉന്നതനാണ്, കബീറ വലിയവനാണ്. ഫഹ്ദറൂഹു, അതുകൊണ്ട് നിങ്ങൾ അവനെ ഭയപ്പെടണം. അയ്യുആഖിബകും, നിങ്ങളെ അല്ലാഹു ശിക്ഷിക്കലിനെ, ഇൻ ളലംതുമൂഹുന്ന, ആ സ്ത്രീകളോട് നിങ്ങൾ അനധികൃതമായി അക്രമം കാണിച്ചാൽ നിങ്ങൾ അല്ലാഹു ശിക്ഷിക്കുമെന്ന് നിങ്ങൾ ഭയപ്പെടണം. അമ്മൽ അഹാദീസു ഫമിൻഹാ ഹദീസു അംർ ഇബ്നുൽ അഹ്വസ് സാബിഖ് ബിൽ ബാദി ഖബ്ലഹു, ഇതിന്റെ തൊട്ട് മുമ്പ് ഉള്ള അധ്യായത്തിൽ അംർ ഇബ്നുൽ അഹ്വസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസുണ്ട്. ആ ഹദീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. അംർ ഇബ്നുൽ അഹ്വസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ്. ആ ഹദീസ് ഏതിൽപ്പെട്ടതാണ്? സ്ത്രീകളുടെ ഹക്കുകൾ വിശദീകരിക്കുന്ന ഹദീസാണ്. പിന്നെ ഇതിന്റെ മുമ്പുള്ള ബാബിന്റെ മുമ്പെടുത്തതായിരിക്കും അല്ലേ? അംർ ഇബ്നുൽ അഹ്വസ് റളിയല്ലാഹു അൻഹു ഹദീസ്
ഏതായിരുന്നു? അംർ ഇബ്നുൽ അഹ്വസ് റളിയല്ലാഹു തആലാന്റെ ഹദീസ് ഞാൻ കാണുന്നില്ലല്ലോ. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അംർ ഇബ്നുൽ അഹ്വസ് റളിയല്ലാഹുവിന്റെ ഹദീസ് ഏതിൽപ്പെട്ടതാണെന്ന് പറഞ്ഞത്? സ്ത്രീകളുടെ ബാധ്യത വിശദീകരിക്കുന്നുണ്ട്. പുരുഷന്മാർക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് സ്ത്രീകൾ ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ള വിഷയം ആ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസ് ഇതിന്റെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതെ, 276 ഹദീസാണത്. ആ ഹദീസിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? സ്ത്രീകൾ പുരുഷന്മാർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞല്ലോ, ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കുകയും അള്ളാഹുവിനെ പുകഴ്ത്തി പറയുകയൊക്കെ ചെയ്ത് കുറെ ഉപദേശങ്ങൾ പറഞ്ഞു, വഅദ് പറഞ്ഞു. അങ്ങനെ സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ ഖൈറിനെ തേടണം, ഖൈർ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ പഠിക്കണം, അതനുസരിച്ച് നിങ്ങൾ ചെയ്യണം. എന്തുകൊണ്ട്? സ്ത്രീകൾ നിങ്ങളുടെ അടുക്കൽ അവർ ബന്ധിതരാണ്. നിങ്ങളുടെ അടുക്കലാണ് അവരുടെ താമസം മുഴുവനും നിങ്ങളുടെ കീഴിലാണ്. അവിടെ പറഞ്ഞിട്ടുണ്ട്, ലൈസ തംലികൂന മിൻഹുന്ന ശൈഅൻ ഗൈറ ദാലിക്, നിങ്ങൾക്ക് അവരിൽ നിന്ന് അവരുമായി ശാരീരികമായി സുഖം അനുഭവിക്കുക എന്നുള്ളതും നിങ്ങളുടെ സ്വത്തും നിങ്ങളുടെ ശരീരവും തെറ്റിലേക്ക് പോകുന്നതിൽ നിന്ന്, അനാവശ്യമായി ചെലവഴിക്കപ്പെടുന്നതിൽ നിന്ന് നിങ്ങൾക്ക് സംരക്ഷണം ഉണ്ടാവുക എന്നുള്ളതാണ് അവരിൽ നിന്ന് നിങ്ങൾക്ക് ഉള്ള അവകാശം എന്നവിടെ പറഞ്ഞിരുന്നു. ആ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു വരികയാണെങ്കിൽ നിങ്ങളുടെ ശാരീരിക ആവശ്യങ്ങൾ അവർ നിർവഹിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ അസാന്നിധ്യത്തിൽ നിങ്ങളുടെ സ്വത്തുക്കൾ അവർ സൂക്ഷിക്കുന്നുണ്ട്. അവരുടെ ശരീരം നിങ്ങളല്ലാത്ത ആളുകൾക്ക് അവർ ഉപയോഗിക്കാതെ അവരുടെ ശരീരം അവർ സംരക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ അവർക്കെതിരിൽ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, അലാ ഇന്നലക്കും അലാ നിസായിക്കും ഹഖൻ വലി നിസായിക്കും അലൈക്കും ഹഖൻ ഫഹഖുക്കും അലൈഹിന്ന അല്ലാ യൂതീന ഫുർഷക്കും മൻ തക്റഹൂന വലാ യഅ്സന ഫീ ബുയൂതിക്കും ലിമൻ തക്റഹൂൻ. അവിടെ എന്ത് പറഞ്ഞു? ഫഹഖുക്കും അലൈഹിന്ന, സ്ത്രീകൾ ചെയ്തു തരേണ്ട ഹഖ്, അല്ലാ യൂതീന ഫുർഷക്കും മൻ തക്റഹൂൻ, നിങ്ങൾ വെറുക്കുന്നവരെ നിങ്ങളുടെ വിരിപ്പിൽ അവർ ചവിട്ടിക്കാതിരിക്കലാണ്. അഥവാ അവളുടെ ശരീരത്തിന് മറ്റൊരു പുരുഷന് അവൾ അനുവദിക്കാതിരിക്കലാണ്. ശരീരത്തിന് അനുവദിക്കുന്ന പറഞ്ഞാൽ അവളെ കാണാൻ പോലും അനുവദിക്കരുത്. അതാണ് എന്റെ രീതി. ശരീരത്തിന് അനുവദിക്കാതിരിക്കലാണെന്ന് പറഞ്ഞാൽ അവളെ കാണാൻ പോലും അന്യായമായി മറ്റു പുരുഷനെ എന്താക്കാൻ പാടില്ല, അവള് അംഗീകരിക്കാൻ പാടില്ല. ഒരു നിർബന്ധ ഫോണുണ്ട്, ഒരൊറ്റ മിനിറ്റ് കഴിഞ്ഞിട്ട് ഫോൺ വെക്കാം. ആഗോള ഗ്രാമത്തിലെ ആദർശ ജാലകം സുന്നി ഗ്ലോബൽ വോയിസ്. ആത്മീയ നേതാക്കളുടെ ആശീർവാദങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ ആഗോള സുന്നി ജാലകം. ആശയ സംവാദങ്ങളിലൂടെ ഫവൈരികളുടെ മുനയൊടിച്ച വൈജ്ഞാനിക വിപ്ലവം. സുന്നി ഗ്ലോബൽ വോയിസ്. മുസ്ലിം ലോകം അത്യാവേശത്തോടെ ഉറ്റുനോക്കുന്ന വിജ്ഞാന വിരുന്ന്. അതിഗ്രഹണമായ ആദർശ ചർച്ചകൾ, ആവേശകരമായ ഖുർആൻ പഠന പാരായണ ക്ലാസ്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കേൾക്കുന്നുണ്ടോ? മാഷാ അല്ലാഹ്. വടാനപ്പള്ളി ഉസ്താദിന്റെ ക്ലാസ് കഴിഞ്ഞതാണോ? കഴിഞ്ഞെങ്കിൽ നമുക്ക് തുടങ്ങാം അല്ലേ? ഫോൺ കോളില്ല. ഉസ്താദ് വന്നിട്ടുണ്ടല്ലേ? അപ്പൊ ഞാൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, വളരെ അനുയോജ്യമായ സമയത്ത് തന്നെ ദാറുൽ ഹിറ ഉസ്താദ് എത്തിയിട്ടുണ്ട്. അല്ലാഹു തആല ആഫിയത്തും നിറകാറ്റും നൽകട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞത് അംർ ഇബ്നുൽ അഹ്വസ് റളിയല്ലാഹു തആലാന്റെ ഹദീസ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞു. അഥവാ സ്ത്രീകളുടെ ഹക്കുകൾ എന്താണെന്ന് അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. فحقكم عليهن ألا يعطين فرشكم من تكرهون ولا يأذن في بيوتكم لمن تكرهون. അതാണ് ഇപ്പോൾ അവർ ചെയ്യേണ്ട ഹക്ക്. നിങ്ങളുടെ വിരുപ്പുകളിൽ നിങ്ങൾ വെറുക്കുന്നവരെ അവർ ചവിട്ടിക്കാതിരിക്കുക, അഥവാ അവളുടെ ശരീരത്തിന്റെ മുഖമോ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗമോ മറ്റൊരു പുരുഷനുക്കും അഥവാ കാണൽ ഹറാമായ ഒരു പുരുഷനുക്കും അവൾ കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങളോട് അവർ ചെയ്യേണ്ട ഹക്ക്. കണ്ണിനെ കാണിക്കരുത്. കണ്ണിനെ കാണിക്കുമ്പോൾ കണ്ണിന്റെ സിനയാകും, കണ്ണിന്റെ വ്യഭിചാരമാകും. അപ്പോ അതുപോലെ തന്നെ ഒരു ശരീരത്തിന്റെ ഒരു ഭാഗങ്ങളും കാണിക്കാതിരിക്കുക. അതാണ് ഏറ്റവും മർമ്മപ്രധാനമായിട്ട് സൂക്ഷിക്കാൻ ഒരു പെണ്ണിന് സാധിക്കേണ്ടത് കേട്ടോ. അതേപോലെ തന്നെ അത്യാവശ്യങ്ങൾക്ക് വേണം, വല്ല സാധനങ്ങൾ വാങ്ങിക്കുവാനോ കൊടുക്കുവാനോ ഡോക്ടറെ അടുത്ത് പോകുവാനോ യാത്ര ചെയ്യാൻ ആവശ്യമാകുമ്പോൾ യാത്ര ചെയ്യുമ്പോഴോ ഒക്കെ കാണേണ്ടത് കാണണം, അതിൽ സംശയമൊന്നുമില്ല. അന്യായമായി കാണുവാനോ ശരീരം അന്യായമായി മറ്റു പുരുഷന് അവൾ കാഴ്ചവെക്കുവാനോ പാടുള്ളതല്ല. അതാണ് നിങ്ങൾക്ക് അവൾ ചെയ്തു തരേണ്ട ഹക്ക്. മാത്രവുമല്ല നിങ്ങൾ വെറുക്കുന്ന ആളുകളെ നിങ്ങളുടെ വീടുകളിലേക്ക് അവർ അനുവദിക്കാതിരിക്കുകയും ചെയ്യണം. അതാണ് നിങ്ങളോട് ചെയ്യേണ്ട അവർ ഹക്ക്. എന്നല്ലാതെ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ ആളുകളുടെയും എല്ലാ ഡ്രസ്സും അലക്കി തരിക എന്നുള്ളതൊന്നും അവൾ ചെയ്യേണ്ട അവളുടെ നിർബന്ധ ബാധ്യതയല്ല. എല്ലാവർക്കും വെച്ച് വിളമ്പി ഉണ്ടാക്കി കൊടുക്കുക, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ പാത്രങ്ങൾ അവൾ കഴുകിയേക്കുക, ഇതൊന്നും അവൾക്ക് നിർബന്ധമുള്ള കാര്യമല്ല. അതൊക്കെ ഒരു പെണ്ണ് ചെയ്യുകയാണെങ്കിൽ ആ ഭർത്താവിനോടുള്ള ഇഷ്ടം കാരണം കൊണ്ട്, ആ ഭർത്താവ് വീട്ടിലുണ്ടെങ്കിൽ ആ ഭർത്താവിന്റെ ഉത്തരവാദിത്തമാണ് ആ ഭർത്താവിന്റെ ഉമ്മാക്കും ഉപ്പാക്കൊക്കെ ഭക്ഷണം കൊടുക്കലും, ഭർത്താവിന്റെ ഉപ്പാക്കും ഉപ്പാനെയും ഉമ്മാനെയും നോക്കൽ ഭർത്താവിന്റെ കടമയാണ്. ആ ഭർത്താവിന്റെ കടമ ഭർത്താവിന് നിർബന്ധമാണ്. അത് ചെയ്തിട്ടില്ലേ ഭർത്താവിനെ അള്ളാഹു ചോദ്യം ചെയ്യും. ഉമ്മാനെയും ഉപ്പാനെയും ശരിക്കും നോക്കിയിട്ടില്ലെങ്കിൽ എങ്കിൽ ആ ഭർത്താവിന്റെ കടമ ഞാൻ നിർവഹിച്ചുകൊണ്ട് എന്റെ ഭർത്താവിനെ ഞാൻ സഹായിക്കുകയാണ് എന്ന നിലക്കൊരു പെണ്ണ് ചെയ്യുകയാണെങ്കിൽ ആ പെണ്ണിന് വലിയ പ്രതിഫലമുണ്ട്. അവളുടെ ദോഷങ്ങളൊക്കെ ആ കാരണം കൊണ്ട് തന്നെ അള്ളാഹു പുറത്തു കൊടുക്കും. വലിയ പ്രതിഫലം ആ പെണ്ണിന് അള്ളാഹു കൊടുക്കും. ആ നിലക്ക് അവളുടെ ഔദാര്യമായി കൊണ്ട് ചെയ്യുക. ആ ഉമ്മയുടെയും ആ ഉപ്പയുടെയും സന്തോഷം ആ പെണ്ണ് സ്വീകരിച്ചാൽ അത് ഭർത്താവിന്റെയും കൂടുതൽ സന്തോഷം കിട്ടാൻ കാരണമാകും. അവളുടെ കയ്യിൽ നിന്നുണ്ടായ എല്ലാ അപാകതകളും ആ ഭർത്താവിന്റെ അടുക്കൽ അതൊരു അപാകതയാവൂല. അവന്റെ ഉമ്മാനെയും ഉപ്പാനെയൊക്കെ ശരിക്കും നോക്കി, അവന്റെ ചെറിയ വീട്ടിലുള്ള ചെറിയ കുട്ടികളെ അനിയന്മാരെ ഒക്കെ ശരിക്കും വേണ്ട പോലെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ പിന്നെന്തുണ്ടാവൂല, നമ്മളുടെ അടുത്തുണ്ടാവുന്ന അപാകതകളും ഒന്നും അവന്റെ അടുത്ത് വലിയൊരു വിഷയമായിട്ട് വരൂല. അപ്പൊ ഏതായിരുന്നാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല നിലക്ക് വർത്തിക്കാനാണ് എന്ത് ചെയ്യേണ്ടത്, സ്ത്രീ ശ്രദ്ധിക്കേണ്ടത്. പുരുഷന്മാർക്കാണെങ്കിൽ അതൊന്നും അവകാശമായിട്ട് ചോദ്യം ചെയ്യാനോ അവരെ പീഡിപ്പിക്കാനോ അതൊന്നും കാരണമാവാനും പറ്റൂല. അവൻ അവന്റെ ഉമ്മയോടും ഉപ്പയോടും മറ്റുള്ള ആളുകളോടും ചെയ്യേണ്ട രീതി അനുസരിച്ച് അവർക്ക് ചെയ്യേണ്ട ഹക്കുകൾ അവൻ ചെയ്തു കൊടുക്കല് അവന്റെ ഹക്കാണ്. അത് വേറെ വിഷയം. ഏതായിരുന്നാലും
ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസ് അല്ലാഹു തൗഫീഖ് നിങ്ങൾ നമുക്ക് നാളെ ഓതാം. ഉസ്താദ് വന്നിട്ടുണ്ട്. നമുക്ക് ഖുർആൻ നല്ലതുപോലെ പഠിക്കാനും പഠിച്ചതനുസരിച്ച് ജീവിക്കാനും ഒക്കെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ശുദ്ധ ഖുർആൻ എന്ന് പറയുമ്പോൾ ഉസ്താദ് തന്നെ അതിനെപ്പറ്റി പറയും. അറിയാത്തത് ഓതിയിട്ടുണ്ടെങ്കിൽ അത് അറിയാത്തത് തെറ്റായിട്ട് ഓതിയാൽ അത് അള്ളാഹുവിന്റെ കലാമ് ആവുകയില്ല. അള്ളാഹുവിന്റെ കലാമായ രീതിയിൽ ഓതിയാലാണ് അതിന് പ്രതിഫലം കിട്ടുകയുള്ളൂ. അല്ലാത്ത രീതിയിൽ ഓതിയാൽ ഫാത്തിഹ പോലും തെറ്റായ രീതിയിലാണ് അവനക്ക് ഓതാൻ കഴിയുള്ളൂ എങ്കിൽ ഫാത്തിഹ ഓതണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് നിസ്കരിക്കുമ്പോൾ. ഫാത്തിഹയിൽ തെറ്റായ രീതിയിലാണ് അവന് ഓതാൻ അറിയുള്ളൂ എങ്കിൽ അവനക്ക് ഫാത്തിഹ ഓതൽ നിർബന്ധമില്ല. അവന് ഫാത്തിഹ ഓതാൻ പാടില്ല. ആ സമയം അവന് വേറെ വല്ല ആയത്തുകൾ ഓതണം എന്നാ, അത്രയും വലിപ്പമുള്ള അവനക്ക് അറിയുന്ന ആയത്തുണ്ടെങ്കിൽ. അല്ലെങ്കിൽ അവൻ വേറെ ദിക്റുകൾ ചെല്ലണം എന്നാ. ഫാത്തിഹന്റെ അത്രയും ദൈർഘ്യമില്ല, ദിക്റുകൾ ചെല്ലണം എന്നാണ്. അതിനും കഴിയാത്ത ആള് അത്രയും സമയം മിണ്ടാ നിൽക്കണം. തെറ്റായിട്ട് ഓതാൻ വേണ്ടിയിട്ട് എന്താക്കുന്നില്ല, നമ്മളോട് നിർദ്ദേശിക്കുന്നില്ല. വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഫാത്തിഹ പോലും ശരിയായ രീതിയിൽ ഓതാൻ കിട്ടാത്ത നമ്മിൽപ്പെട്ട പലരുമുണ്ട്. അല്ലാഹു തആല നമുക്ക് വിശുദ്ധ ഖുർആൻ പഠിക്കുവാനും ഫർളായ ഭാഗങ്ങളൊക്കെ നല്ലവണ്ണം പഠിച്ച് അത് ജീവിതത്തിൽ കൊണ്ടുപോകുവാനും നല്ല നിലക്ക് കൊണ്ടുപോകാനൊക്കെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് അപേക്ഷിച്ചിട്ടുണ്ട്. സ്വന്തം ഭാര്യയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ഒരാൾ അറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മകൻ ഉഖറവിയായ പണ്ഡിതനാവാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരാൾ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ വിവിധ ഉദ്ദേശങ്ങൾ കൊണ്ട് അറിയിച്ച വിവിധ ആളുകളുണ്ട്. റഹ്മുർ-റഹീമിൻ അല്ലാഹുവേ ആ ദുആ കൊണ്ട് ഏൽപ്പിച്ച എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ ഇൽമിന്റെ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ എളുപ്പത്തിൽ ഹാസിലാക്കി കൊടുക്കണം റഹ്മാനെ. എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെയും അവരെയും നീ സലാമത്ത് ചെയ്ത് രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളുടെ ഉസ്താദുമാർ, നേതാക്കൾ, സംഘടനാ പ്രവർത്തകർ, ഇന്നലെയും സംഘടനാ പ്രവർത്തകർ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് കാരണമായി റഹ്മുർ-റഹീമിനായ റബ്ബേ ആ അക്രമങ്ങൾക്ക് വിധേയരായി ഹോസ്പിറ്റലിൽ കിടക്കുന്ന സഹോദരന്മാർക്ക് എളുപ്പത്തിൽ നീ ശിഫാ നൽകണം റഹ്മാനെ. ഇന്നത്തെ സിറാജിൽ വായിക്കാൻ കഴിഞ്ഞു, കാസർഗോഡ് ജില്ലയിൽ സുന്നി പ്രവർത്തകർ ആക്രമിക്കപ്പെട്ടതായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടതായിട്ട് വായിക്കാൻ കഴിഞ്ഞു. റഹ്മുർ-റഹീമിനായ അല്ലാഹുവേ അവർക്കും ഭാര്യയും കുട്ടികളും ഉത്തരവാദിത്തങ്ങളുമുള്ള ആളുകളായിരിക്കും. റഹ്മുർ-റഹീമിനായ അല്ലാഹുവേ അവരുടെ വിഷമങ്ങൾ എത്രയും പെട്ടെന്ന് അവർക്ക് അവരിൽ നിന്ന് നീക്കി സന്തോഷത്തിലാക്കി കൊടുക്കണം റഹ്മാനെ. ശിഫാ എളുപ്പമാക്കി കൊടുക്കണം റഹ്മാനെ. അക്രമികൾക്ക് അവരുടെ അക്രമങ്ങളിൽ നിന്നിട്ട് പിന്തിരിയാൻ നീ അവർക്ക് സന്മനസ് കൊടുക്കണം റഹ്മാനെ. അവർക്ക് നീ ഹിദായത്ത് നൽകണം റഹ്മാനെ. പടച്ചവനെ, നിന്റെ സാബിഖായ ഖദായിൽ ഹിദായത്ത് ഇല്ലാത്തവരാണെങ്കിൽ ഞങ്ങൾ വീണ്ടും വീണ്ടും അവർക്ക് ഹിദായത്ത് നീ കൊടുക്കാൻ വേണ്ടി ദുആ ചെയ്യുന്നു. പടച്ചവനെ, നിൻ ദുആ തട്ടാത്തവനാണ്. നിന്റെ ഖദാഇനെ ദുആ കൊണ്ട് മാറ്റിമറിക്കുമെന്നാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് നീ അവർക്ക് ഹിദായത്ത് കൊടുത്ത് അഹ്ലുസുന്നത്തിൽ ജമാഅത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരണം റഹ്മാനെ. പടച്ചവനെ, നിന്റെ സാബിഖായ ഖദായിൽ ഒരു നിലക്കും അവർക്ക് ഹിദായത്ത് ഇല്ലാത്തവരാണെങ്കിൽ പടച്ചവനെ അവരുടെ ഷർറിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകരെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളുടെ ഉസ്താദുമാരെയും ഉസ്താദുമാരുടെ സന്താനങ്ങളെയും അവരുടെ സന്താനങ്ങളെയും എല്ലാം നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. റഹ്മുർ-റഹീമിനായ റബ്ബേ ഞങ്ങളുടെ സന്താനങ്ങൾക്കൊക്കെ നാഫിയായ ഇൽമ അനുഗ്രഹിക്കണം റഹ്മാനെ. ഉഖറവിയായ ഇൽമുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. നിന്റെ താഅത്തിലായുള്ള സന്താന പരമ്പരകൾ ഖിയാമത്ത് നാൾ വരേക്കും ഞങ്ങൾക്ക് സന്താന പരമ്പരകളെ നീ നിലനിർത്തി തരണം റഹ്മാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. اللهم اوصل مثل ثواب ذلك إلى حضرة سيدنا محمد صلى الله عليه وسلم وإلى أرواح جميع الأنبياء المرسلين وإلى أرواح جميع عبادك الصالحين خصوصا إلى أرواح والدنا وإلى أرواح سائر أقاربنا إلى أرواح جميع المؤمنين والمؤمنات ورحمنا وإياهم آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون سلام على المرسلين والحمد لله رب العالمين. ദുആ ചെയ്യണമെന്ന് പ്രത്യേകം എളിമയോടുകൂടെ ആഗ്രഹിച്ചുകൊണ്ട് മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദിന്റെ കയ്യിൽ നിന്ന് മൈക്ക് പോയിട്ടുണ്ടല്ലോ, ഉസ്താദ് അറിയുന്നുണ്ടോ? ഒന്ന് റൈറ്റ് ഹാൻഡ് ചെയ്താല്, അല്ലെ ഉസ്താദിനെ ബൗൺസ് ചെയ്തിട്ട് റൈറ്റ് ഹാൻഡ് ചെയ്യണ്ട. ഉസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ റൈറ്റ് ഹാൻഡ് ചെയ്യണം. മൈക്ക് ഉസ്താദിന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. കേൾക്കുന്നുണ്ടോ? ഉസ്താദിന് PM ചെയ്ത് നോക്കിയേ. ചിലപ്പോ സൗണ്ട് കുറവാക്കി വെച്ചിട്ടുണ്ടോ എന്നുള്ള അറിയില്ല. അപ്പൊ നമ്മൾ സംസാരിക്കണം അറിയില്ല. PM ചെയ്തിട്ടും ഗുണമില്ലെങ്കിൽ ഒന്ന് നല്ലത് ബൗൺസ് ചെയ്ത് അൺബൗൺസ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഉസ്താദ് ഉടനെ വരും, നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ നേരാൻ വണ്ണം ഓതുവാനും ഒരു ഹർഫിന് 10 പ്രതിഫലമുള്ള വിശുദ്ധ ഖുർആൻ അർഹിക്കുന്ന രീതിയിൽ ഓതുവാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. വിശുദ്ധ ഖുർആൻ പഠിക്കുക, പഠിപ്പിക്കുക, അതൊക്കെ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ബല്ലഗു അന്നി വലൗ ആയ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു ആയത്തെങ്കിലും നിങ്ങൾക്ക് മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അതിന് നിങ്ങൾ ചെയ്യണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു ആയത്തെങ്കിലും നിങ്ങൾ മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അത് ചെയ്യണം. അതിന്റെ ആശയം മറ്റുള്ളവർക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അത് ചെയ്യണം. അവസ്ഥ എത്തിയോ? റൈറ്റ് ഹാൻഡ് ചെയ്ത് വരെ. ഉസ്താദ് മൈക്കെടുത്ത് സലാം പകുതിയാകുമ്പോഴത്തേനും കട്ടായി പോയി. സലാം തന്നെ ഫുള്ളായിട്ടുണ്ടായിരുന്നില്ല, എന്റെ സിസ്റ്റത്തിൽ കേട്ടിട്ടില്ല. ദാറുഹിറ എത്തിയിട്ടുണ്ട് താഴെ. റൈറ്റ് ഹാൻഡ് ചെയ്ത് വരെ. കേൾക്കുന്നുണ്ടോ? പറയ കേൾക്കുന്നുണ്ടോ? ഉസ്താദ് കേൾക്കുന്നുണ്ടോ? ഉസ്താദ് നെറ്റിന്റെ കംപ്ലൈന്റ് തീർന്നിട്ടില്ലേ? എന്നാ വരെയും റൈറ്റ് ഹാൻഡ് ചെയ്ത് വരെ. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ? അൽഹംദുലില്ലാഹ്. ഞാൻ ഡിസൈൻ നേരത്തെ ചെയ്ത് ഇപ്പൊ കിട്ടിയതാ. മൈക്കിൽ ക്ലിക്ക് ചെയ്യാതെ തന്നെ കിട്ടിയതാണ്. ചെറിയൊരു കെട്ടിങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. ഏതായാലും അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. أعوذ بالله من الشيطان الرجيم. بسم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദെ മൈക്ക് പോയിട്ടുണ്ട്. ഉസ്താദ് ഓതിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഇപ്പൊ ഉസ്താദ് കേൾക്കുന്നുണ്ടോ? മൈക്ക് പോയിട്ടുണ്ട്. ഹലോ, മദനി ഉസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ കൈ വെക്കുക. മൈക്ക് പോയിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ അറിയിച്ചോട്ടെ. ചിലപ്പോ കേട്ടില്ലെന്ന്. ഉസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ കൈ വന്നിക്ക്. ഓഫ്ലൈനിലാണ്. മോൺസിയുണ്ടോ കിസിൽ ഉസ്താദെ? പോയോ? ഒറ്റ പോയി. ബോൺസ് ചെയ്തൊന്നല്ലേ? പോയി. ഇൻഷാ അല്ലാഹ് വരും, ഉടനെ തന്നെ വരും. ഉസ്താദ് ബിസി ഏതാണ്. ഇൻഷാ അല്ലാഹ് ഉടനെ തന്നെ വരും എന്ന് പ്രതീക്ഷിക്കാം. കിഷേർ ഉസ്താദിനൊന്നും കാണുന്നില്ല. കിഷേർ ഉസ്താദ് മോളിൽ തന്നെ ഉണ്ട്, പക്ഷെ അനക്കൊന്നും കാണുന്നില്ല. ഇല്ലാലോ, തീരെ പോയി. കിഷേർ ഉസ്താദെ പറ്റപ്പോയി. ഉള്ള ചാറും ചക്കയിലൊട്ടി. ഇൻഷാ അല്ലാഹ് ഉടനെ തന്നെ വരുമെന്ന് വിചാരിക്കാം. കിഷേർ ഉസ്താദ് കേൾക്കുന്നുണ്ടോ? കുറേശ്ശെ കേട്ടുകൊണ്ട് നീ കട്ടായിട്ടാണെങ്കിലോ ഇല്ലാണ്ടായി. തണുപ്പല്ലേ? കുവൈത്തിൽ തണുപ്പ് തന്നെയാ? ഞങ്ങൾ ഇവിടൊക്കെ കുറേശ്ശെ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. കുവൈത്തിൽ തണുപ്പാണോ?
കുവൈത്തിലും തണുപ്പാണെന്ന് തോന്നുന്നുണ്ട്. ഉസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ ശക്തിയാ തണുപ്പാ, എന്നാ നല്ല പുതപ്പ് വെച്ചോളി കേട്ടോ. ശക്തിയാ തണുപ്പുണ്ടെങ്കിൽ നല്ല പുതപ്പ് വെക്കുക, എന്നാ ചിലപ്പോ സമാധാനിക്കാം. ഉസ്താദ് വന്നാലും ഉടനെ കൈവക്കി മുകളിൽ വരണമെന്ന് അപേക്ഷിക്കുന്നു. പിന്നെ കുവൈത്ത് അബ്ദുള്ള ബാബാട് കുവൈത്ത് ഉസ്താദ് താഴെ വരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കണം കേട്ടോ. കാണുന്നില്ലല്ലോ പഠിച്ചോനെ, ഞാൻ മൈക്കെടുത്ത് കുടുങ്ങിയോ? മൈക്കെടുത്ത് കുടുങ്ങിയോ? വാടാനപ്പള്ളി ഉസ്താദിന്റെ ക്ലാസ് കഴിഞ്ഞ് ചെയ്തു. ഇനി ഉസ്താദ് എടുത്തോണ്ടി ഉസ്താദിന്റെ മൈക്കിലായിരുന്നാല്. വാടാനപ്പള്ളി ഉസ്താദ് കേൾക്കുന്നുണ്ടോ? വാടാനപ്പള്ളി ഉസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ ഖുർആൻ ക്ലാസ് എടുക്കുക ഉസ്താദിന്. ഉസ്താദിന് എല്ലാ ക്ലാസ്സും നടക്കും ഇൻഷാ അല്ലാഹ്. ഹദീസ് മാത്രമല്ല ഖുർആൻ നടക്കും, എല്ലാം നടക്കും ഇൻഷാ അല്ലാഹ്. ഉസ്താദ് കേൾക്കുന്നതിന് കൈവന്തിക്ക്. കേൾക്കുന്നില്ല അല്ലേ? അബ്ദുള്ള ഒരു റുഖിയ നടത്തണം അല്ലേ? മാഷാ അല്ലാഹ്. വാടാനപ്പള്ളി ഉസ്താദ് കൈവെത്തിയിട്ടുണ്ട്. ഉസ്താദിലേക്ക് മൈക്ക് റിലീസ് ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്, ജസാക്കുമുല്ലാഹു ഖൈറൽ ജസാ. പിന്നെ ഖുർആൻ ക്ലാസ് നടത്താന് അതിന്റെ സ്പെഷ്യലായിരിക്കുന്ന ആളുകൾ തന്നെയാണ് ഏറ്റവും നല്ലത് ഇൻഷാ അല്ലാഹ്. എന്തായിരുന്നാലും ഉസ്താദ് വരുന്നത് വരേക്കും ഒരല്പസമയം, വരുന്നവരെ നമുക്ക് ഉറപ്പിക്കുക പറയാൻ പറ്റൂല, ഒരല്പസമയം നമുക്ക് സൂറത്തുൽ ഫാത്തിഹനെ കുറിച്ച്, ഫാത്തിഹ ഓതുകയോ ഫാത്തിഹനെ കുറിച്ച് പറയുകയൊക്കെ ചെയ്താൽ എല്ലാവർക്കും ഉപകാരം ഉണ്ടാവും, പലർക്കും ഉപകാരം ഉണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു. സൂറത്തുൽ ഫാത്തിഹ അത് ഉമ്മുൽ ഖുർആനാണ് എന്നാണ് അതിന്റെ അപരനാമം. ഖുർആനിന്റെ ഉമ്മയാണ് എല്ലാവർക്കും അറിയാം. ഖുർആനിന്റെ മുഴുവൻ അർത്ഥങ്ങളും ഫാത്തിഹ സൂറത്തിന്റെ ഉള്ളിലുണ്ട് എന്നാണ് അതിന്റെ ശരിയായ രീതിയിൽ അർത്ഥം വെച്ചാൽ മനസ്സിലാകുന്നത്. നമുക്ക് നോക്കിയാൽ കണ്ടോളന്നില്ല, അത്രമാത്രം അർത്ഥവ്യാപ്തി വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹക്കുണ്ട് എന്ന് മഹാന്മാരായിരിക്കുന്ന ഇമാമുകൾ വിശദീകരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സൂറത്ത് ഫാത്തിഹ പോലും നേരാം വണ്ണം തെറ്റില്ലാതെ ഓതുവാൻ രീതി പോട്ടെ, അത് അർത്ഥത്തിന് തെറ്റാകാത്ത രീതിയിൽ ഓതാൻ നമ്മിൽ പലരും ശീലിക്കാത്തവരുണ്ട്. ചെറുപ്പത്തിലൊക്കെ ശീലിച്ചു, പക്ഷേ അത് വേണ്ടതുപോലെ കൊണ്ടു നടക്കാത്തത് കൊണ്ട് വലിയ ആളായപ്പോഴ് ആ പഴയ തെറ്റുകൾ, അല്ലെങ്കിൽ പഴയ കാലത്ത് ഇല്ലാതിരുന്ന കുറെ തെറ്റുകൾ, അതൊക്കെ കൂടിയിട്ടാണ് ഇന്ന് പലരും സൂറത്തുൽ ഫാത്തിഹയെ ഓതിക്കൊണ്ടിരിക്കുന്നത്. ഉസ്താദ് വരെ ഉസ്താദ് കെട്ടായി പോകുന്ന ഇടക്കിടക്ക് നല്ലൊരു നെറ്റ്, ശക്തിയുള്ള നെറ്റാക്കണം ഉസ്താദിന്റെ നെറ്റ്. എന്ത് റുഖിയ ശറയ്യ നടത്തേണ്ടി വന്നാലും വേണ്ടില്ല. അല്ല റുഖിയ ശറയ്യ വല്ലതും ഉണ്ടെങ്കിലും വേണ്ടില്ല, അതൊന്നും നന്നാക്കന്നെ വേണം ആ നെറ്റ്. ഉസ്താദ് റഷീദ് റൈസാന്റെ ചെയ്യാതെ വരാം. ഓക്കെ ആയിക്കോട്ടെ, റൈസാന്റെ ചെയ്യാണ്ട് പോന്നോളെ, ആയിക്കോട്ടെ, ഡയറക്റ്റ് മൈക്കിലേക്ക് പോന്നോളെ. എന്തായാലും കേടൊന്നും ഇല്ലാത്ത രീതിയിൽ എല്ലാ ജിന്നും, ആവശ്യമില്ലാത്ത ജിന്നൊക്കെ പോണം. നല്ല ജിന്നിന്റെ സഹായം കൊണ്ട് ഉണ്ടാവുക വേണം. അല്ലാഹുതആലക്ക് നല്ല ജിന്നിന്റെ സഹായം തരാലോ. അപ്പൊ റൈസാന്റെ ചെയ്യേണ്ട നല്ല ജിന്നിന്റെ സഹായവും നല്ല മനുഷ്യന്മാരുടെ സഹായവും സാലിഹ്യങ്ങളുടെ സഹായം കൊണ്ടൊക്കെ, മഹാന്മാരുടെ സഹായം കൊണ്ടൊക്കെ ഇനി കെട്ടാകാത്ത രീതിയിൽ തന്നെ നമുക്ക് കിട്ടണം. അള്ളാഹു അല്ല വലിയവന്, പഠിച്ചോണ്ട് നമുക്ക് ചോദിക്കാം. എല്ലാ കാര്യവും റബ്ബുൽ ആലമീനെ അള്ളാഹിനോട് ചോദിക്കാം. മഹാന്മാരുടെ ഹക്ക് കൊണ്ട് അള്ളാഹു തരാൻ സന്നദ്ധനാണ്. അള്ളാഹു തരാണ്ട് ഒന്നിട്ട് നമുക്ക് കിട്ടുകയല്ല. കരണ്ട് കൂട്ടൂല, സംസാരം കൂട്ടൂല. കരണ്ടൊന്നും ഇല്ലെങ്കിൽ തന്നെ അള്ളാഹു വിചാരിച്ചാലും സംസാരം കിട്ടുകയും ചെയ്യും. അതിലൊന്നും നമുക്ക് ഒരു സംശയമല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് റബ്ബുൽ ആലമീനോട് അള്ളാഹിനോട് ചോദിക്കാം. നമ്മുടെ ക്ലാസ്സുകളൊക്കെ തടസ്സം കൂടാതെ അള്ളാഹുത്തല നമുക്ക് നിലനിർത്തി തരട്ടെ എന്ന് റബ്ബുൽ ആലമീൻ അള്ളാഹുവിനോട് ചോദിക്കാം. ഉസ്താദിനെ മൈക്കിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.